നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ബി.ജെ.പി. എന്തെങ്കിലും കേന്ദ്രം ഭരിക്കുമെന്നോ തനിക്ക് മന്ത്രിസ്ഥാനം ലഭിക്കുമെന്നോ എന്നൊന്നും ഒരു പ്രതീക്ഷ പോലും ഇല്ലാത്ത കാലത്ത് ബി.ജെ.പിക്കൊപ്പം ചേർന്നയാളാണ് അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ. അന്നു മുതൽ ഇന്ന് വരെ എന്തെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെയാണ് അദ്ദേഹം ബി.ജെ.പിക്കൊപ്പം നിലകൊണ്ടതും. അതിനാൽ തന്നെ അർഹിക്കുന്ന കരങ്ങളിലാണ് മന്ത്രിസ്ഥാനം എത്തിയിരിക്കുന്നത്. പാർട്ടി ഏൽപ്പിച്ച ജോലികളെല്ലാം ഭംഗിയായി നിർവഹിച്ച 63 വയസ്സുകാരനായ ജോർജ് കുര്യൻ കോട്ടയം സ്വദേശിയാണ്. ഏറ്റുമാനൂർ, കാണക്കാരി, കുറുമുള്ളൂർ, നമ്പ്യാർകുളം, പൊയ്ക്കാരൻ, കാലായിൽ ജോർജ് കുര്യൻ അഭിഭാഷകനാണ്. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിച്ചിട്ടുണ്ട്. സൈന്യത്തിൽ ലഫ്റ്റനന്റ് കേണലായിരുന്ന OT അന്നമ്മയാണ് ഭാര്യ. ആദർശ്, ആകാശ് എന്നിവർ മക്കളാണ്. ആദർശ് കാനഡയിൽ ജോലി ചെയ്യുന്നു. ആകാശ് ജോർജിയയിൽ MBBS പഠിക്കുന്നു. ജോർജ് കുര്യന്റെ സഹോദരൻ PK ജോണും മകനും BJP പ്രവർത്തകരാണ്. 1977 മുതൽ 79 വരെയുള്ള കോളേജ് കാലഘട്ടത്തിൽ വിദ്യാർത്ഥി ജനതാ പ്രസ്ഥാനത്തിലൂടെയാണ് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത്. 1980-ൽ BJP സ്ഥാപിതമായപ്പോൾ BJPയിൽ ചേർന്ന് പ്രവർത്തിച്ചു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിൽ നിന്നും ജനവിധി തേടി. കോട്ടയം പാർലമെന്ററി മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടിയിട്ടുണ്ട്. നാട്ടകം ഗവൺമെന്റ് കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ദേശീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെടുന്നത്. പിന്നീട് പാലാ സെന്റ് തോമസ് കോളേജിലേക്ക് പഠനം മാറ്റിയപ്പോഴേക്കും അദ്ദേഹം ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി കഴിഞ്ഞിരുന്നു. അക്കാലത്ത് MAക്ക് പഠിക്കുമ്പോൾ വിദ്യാർത്ഥി മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. പിന്നീട് യുവമോർച്ച ദേശീയ സെക്രട്ടറിയായി. വാജ്പേയി സർക്കാരിന്റെ കാലത്ത് O രാജഗോപാൽ കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി. പിന്നീട് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റായി. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഉപാധ്യക്ഷനായും സേവനം അനുഷ്ഠിച്ചു. അതിന്റെ കാലാവധി തീർന്ന സമയത്ത് പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി. ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയായ വിവരം ഭാര്യ അന്നമ്മയും സഹോദരങ്ങളും മക്കളും പോലും അറിഞ്ഞത് മാധ്യമത്തിലൂടെ. കേന്ദ്ര ക്ഷണമനുസരിച്ച് ഡൽഹിയിൽ എത്തിയെങ്കിലും മന്ത്രിയാകുമെന്ന് അദ്ദേഹം പോലും അറിഞ്ഞിരുന്നില്ല. സത്യപ്രതിജ്ഞയ്ക്ക് ഒരുങ്ങാൻ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം തന്നെ അറിയുന്നത്. മാധ്യമങ്ങൾ വസതിയിലെത്തി പ്രതികരണം ആരായുമ്പോഴാണ് ജോർജ് കുര്യൻ മന്ത്രിയാവുകയാണെന്ന വിവരം അറിഞ്ഞതെന്ന് ഭാര്യ അന്നമ്മ പറഞ്ഞു. മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിലാണ് അന്നമ്മ ഉടൻ മക്കളെ ഫോണിൽ വിളിച്ച് പപ്പ മന്ത്രിയാകുന്ന കാര്യം പറഞ്ഞത്. ജോർജ് കുര്യൻ ഫോണിൽ വിളിക്കുകയോ ഇക്കാര്യം പറയുകയോ ചെയ്തിട്ടില്ലെന്ന് ഭാര്യയും സഹോദരനുമടക്കമുള്ള വീട്ടുകാരും പറഞ്ഞു. കേരള ഹൗസിലെ 208 നമ്പർ മുറിയിൽ ഇന്നലെ രാവിലെ എത്തിയ അദ്ദേഹം ആരോടും പറയാതെയാണ് പുറത്തേക്ക് പോയത്. BJP ഓഫീസിൽ നിന്ന് അയച്ച കാറിൽ ഓഫീസിലേക്കായിരുന്നു യാത്രയെന്നാണ് കണ്ടുനിന്നവർ പറഞ്ഞത്. മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറി M ഗോവിന്ദനും അടക്കമുള്ളവർ ഇന്നലെ എത്തിയിരുന്നതിനാൽ കേരള ഹൗസിൽ നല്ല തിരക്കായിരുന്നു. ഈ തിരക്കിൽ കാത്തുനിന്നാണ് അദ്ദേഹം ഭക്ഷണം പോലും കഴിച്ചത്. കേരള ഹൗസിലെ ക്യാന്റീനിൽ ഭക്ഷണം കഴിക്കുമ്പോൾ TV-യിൽ മന്ത്രിമാരെ കുറിച്ചുള്ള ചൂട് പിടിച്ച ചർച്ചകൾ നടക്കുകയായിരുന്നു. അതെല്ലാം മൗനിയായി കണ്ടിരുന്നാണ് ദോശയും വടയും കഴിച്ചതും. ആ സമയത്തൊന്നും താൻ മന്ത്രിയാകുമെന്ന് അദ്ദേഹം പോലും കരുതിയിരിക്കില്ല. ജോർജ് കുര്യൻ BJPയിൽ ചേർന്നത് രാജ്യസേവനത്തിന് വേണ്ടിയായിരുന്നുവെന്ന് ഭാര്യയും കരസേനയിലെ നഴ്സിംഗ് വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥയുമായിരുന്ന അന്നമ്മ കുര്യൻ. അതേപോലെ ഞാനും രാജ്യസേവനത്തിന് വേണ്ടിയാണ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. രാജ്യസുരക്ഷയ്ക്കായി പൊരുതുന്ന സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. അതിനാൽ ഭർത്താവിന്റെ സേവന മനോഭാവത്തെ ഒരിക്കലും ഞാൻ എതിർത്തിരുന്നുമില്ല. മന്ത്രിയാകുമെന്ന് അറിഞ്ഞിട്ടും വിളിച്ചിരുന്നില്ല. ഡൽഹിക്ക് പോവുകയും വരികയും ചെയ്യുന്നത് പതിവായതിനാൽ ഇക്കുറി പോയത് മന്ത്രിയാകാനാണ് എന്നൊന്നും തോന്നിയതുമില്ല. മന്ത്രിസ്ഥാനം പോവുകയും വരികയും ചെയ്യും. അതൊന്നും ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ വലിയ നേട്ടമായി കരുതേണ്ടതുമില്ല. ഇത്രയും കാലം അധ്വാനിച്ചതിന്റെ ഫലം ഒരു അംഗീകാരമാണിത്, അന്നമ്മ പറഞ്ഞു. അടൽ ബിഹാരി വാജ്പേയിയുടെയും ലാൽകൃഷ്ണ അദ്വാനിയുടെയും നേതൃത്വത്തിൽ BJP രൂപം കൊണ്ട അന്നു മുതൽ ജോർജ് അതിന്റെ വ്യത്യസ്തനായ ഒരു പ്രവർത്തകനായിരുന്നു എന്ന് അയൽക്കാരും ബന്ധുക്കളും ഓർക്കുന്നു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.